നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 താൻ നയിക്കുന്ന ദേവഭൂതഗണങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ദേവതാ സ്വരൂപമാണ് ഗണപതി. എതിരില്ലാത്ത സർവസമ്മതനായ ഗണേശ ഭഗവാൻ ഏവർക്കും പ്രഥമ പൂജ്യനാണ്. ധൂമ്രാക്ഷൻ, നരാന്തകൻ, ദേവാന്തകൻ തുടങ്ങിയ ഭീകര രാക്ഷസ വീരന്മാരെ ഗണപതി ഭഗവാന്റെ നേതൃത്വത്തിൽ ഉന്മൂലനം ചെയ്തതിലൂടെ ദേവന്മാരും മുനിമാരും മനുഷ്യരും വിശ്വേശ്വര്യങ്ങളും സുരക്ഷിത ജീവിതവും നേടിയ കഥ ഗണേശ പുരാണത്തിൽ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഭണ്ഡാസുരനുമായുള്ള ദേവിയുടെ യുദ്ധത്തിൽ ഭണ്ഡാസുരന്റെ മന്ത്രി വിശുക്രൻ നിർമ്മിച്ച വിഘ്നയന്ത്രം ഭേദിച്ച് ഗണേശൻ വിഷമസന്ധികളെ തകർത്ത് മുന്നേറുന്നതിലൂടെ തന്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട്. ഗണപതി ഭഗവാന്റെ ഈ നേതൃത്വ മാതൃക ഏവർക്കും പ്രചോദനപ്രദവും പ്രയോജനകരവുമാണ്. ഏവരും ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നേതൃത്വം നൽകാൻ നിയുക്തരാണ്. കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കളെ നയിക്കണം. വിദ്യാലയത്തിൽ അധ്യാപകർ വിദ്യാർത്ഥികളെ നയിക്കണം. ഇങ്ങനെ ഒരു സമൂഹത്തെ അത് എത്ര ചെറുതായാലും വലുതായാലും ഒറ്റക്കെട്ടായി നയിച്ച് ക്ഷേമത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാം ഗണപതി ഭഗവാൻ ഉത്തമമായ അനുകരണീയമായ മാതൃകയാണ്. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. സാരൂപ്യം തവ പൂജനെ ശിവമഹാദേവേതി സങ്കീർത്തനെ സാമീപ്യം ശിവഭക്തിധുര്യജനതാ സാംഗത്യ സംഭാഷണേ സാലോക്യം ച ചരാചരാത്മകതനു ധ്യാനേ ഭവാനിപദേ സായുജ്യം മമ സിദ്ധിമത്ര ഭവതി സ്വാമിൻ കൃതാർത്ഥോസ്മ്യഹം. തുടർന്ന് ശങ്കര സ്തോത്രാമൃതം. ഭക്തിയിലൂടെ ഭക്തന്മാർക്ക് യഥാക്രമം ലഭിക്കാവുന്ന സിദ്ധികളാണ് സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നിവ. ഭഗവാന്റെ ലോകത്തെത്തുക, അത് സാലോക്യം. പിന്നെ സമീപത്തെത്തുക, അത് സാമീപ്യം. പിന്നെ ഭഗവാനെ പോലെ ആകുക, അത് സാരൂപ്യം. ഒടുവിൽ ഭഗവാനിൽ ലയിക്കുക, അത് സായുജ്യം. ശിവഭഗവാനെ ആരാധിക്കുമ്പോൾ ഈ സിദ്ധികൾ കൈവരുന്നു. ശിവമയമാണ് ഈ പ്രപഞ്ചമെന്ന കാഴ്ചപ്പാടോടുകൂടി എല്ലാത്തിനെയും നോക്കിക്കാണുന്ന ഭാവം സൂചിപ്പിക്കുന്ന ശിവാനന്ദലഹരിയിലെ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. പരാഭക്തൻ്റെ ആകാംക്ഷയും വ്യാകുലതയുമൊക്കെ
പൂർണ്ണമായി പ്രദർശിപ്പിച്ച ശേഷം കൃതാർത്ഥതയെ എടുത്ത് കാണിക്കുകയാണ്. പരാഭക്തൻ കൃതാർത്ഥനാണ്. എങ്ങനെ പറയുന്നു? സാരൂപ്യം തവ പൂജനേ ശിവമഹാദേവേതി സങ്കീർത്തനേ സാമീപ്യം ശിവഭക്തിധുര്യജനതാ സാംഗത്യ സംഭാഷണേ സാലോക്യം ച ചരാചരാത്മകതനുധ്യാനേ ഭവാനീപതേ സായുജ്യം മമ സിദ്ധമത്ര ഭവതി സ്വാമിൻ കൃതാർത്ഥോസ്മ്യഹം. അഹം കൃതാർത്ഥഃ അസ്മി. ഞാൻ കൃതാർത്ഥനാണ്. എങ്ങനെ കൃതാർത്ഥനാണ്? തവ പൂജനെ ശിവമഹാദേവേതി സങ്കീർത്തനേ സാരൂപ്യം ശിവഭക്തിധുര്യജനതാ സാംഗത്യ സംഭാഷണേ സാമീപ്യം ചരാചരാത്മകതനുധ്യാനേ സാലോക്യം. അപ്പോൾ ഹേ ഭവാനീപതേ സംബോധനയാണ്. അല്ലയോ ഭവാനിയുടെ പതി, പതിനാഥൻ, സാക്ഷാൽ ഭവാനീദേവിയുടെ പതിയായിട്ടുള്ളവനെ ഭവാനീപതേ. തവ പൂജനെ സാരൂപ്യം. ആദ്യം പറയുകയാണ്, അല്ലയോ ഭഗവാനെ, ഭവാനീപതേ, തവ പൂജനെ സാരൂപ്യം. നിൻ്റെ പൂജനം ചെയ്യുമ്പോൾ, നിരന്തരമായി അത്യന്തമായ ശ്രദ്ധാഭാവത്തോടുകൂടി നിൻ്റെ പൂജനം ചെയ്യുമ്പോൾ അത് എന്നെ സാരൂപ്യത്തിലേക്ക് നയിക്കുന്നു. സാരൂപ്യമെന്നുള്ളത് ഭക്തിയുടെ പരാകാഷ്ഠയിൽ എല്ലാ ഭേദഭാവങ്ങൾക്കുമുപരി ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ എല്ലാ വ്യവഹാരങ്ങൾക്കുമുപരി ഭഗവാന്റെ സമാന രൂപതയുണ്ടാവുന്നതാണ് സാരൂപ്യം. ഇപ്പോൾ ഭഗവാന്റെ പൂജ എന്ന് പറയുമ്പോൾ പൂജയിൽ എപ്പോഴും ഒരു രൂപസങ്കല്പമുണ്ട്. ആ രൂപസങ്കല്പത്തോടു കൂടിയ ധ്യാനമൂർത്തിയെയാണ് നമ്മൾ പത്മത്തിലോ മറ്റുപാധികളിലോ ആവാഹിച്ച് പൂജിക്കുന്നത്. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയുള്ള ഭഗവാന്റെ പൂജനത്തിൽ സ്വാഭാവികമായി പരാഭക്തനെ സംബന്ധിച്ച് സാരൂപ്യം സംഭവിക്കുന്നു. അതാണ് പറയുന്നത്, സാരൂപ്യം തവ പൂജനേ ശിവമഹാദേവേതി സങ്കീർത്തനേ സാമീപ്യം. ശിവമഹാദേവേതി സങ്കീർത്തനേ സാമീപ്യം. ശിവ, മഹാദേവ എന്നിങ്ങനെയുള്ള സങ്കീർത്തനത്തിൽ, സമ്യക്കായ കീർത്തനത്തിൽ ഈ ഭഗവൻ നാമങ്ങളെ ശ്രദ്ധയോടെ ഭക്തിയോടെ കീർത്തനം ചെയ്യുമ്പോൾ അത് സാമീപ്യം എന്ന മുക്തിയെ നൽകുന്നു. സദാസമയവും ഭഗവാന്റെ സമീപവർത്തിയായി ഭവിക്കുക എന്നുള്ളതാണ് സാമീപ്യം. ഈ പ്രപഞ്ചത്തിലെ യാതൊരു വികൃതിയാലും യാതൊരു വ്യവഹാരത്തിലും ബാധിക്കപ്പെടാതെ സർവഥ എല്ലായ്പ്പോഴും എല്ലാ പ്രകാരത്തിലും ഈശ്വര സമീപസ്ഥമായി കഴിയുന്നതാണ് സാമീപ്യം. അപ്പോൾ ഭഗവൻ നാമത്തെ ചൊല്ലുമ്പോൾ അത് സാമീപ്യത്തിലേക്ക് എത്തിക്കുന്നു പരാഭക്തനെ. ഒരാൾ യാന്ത്രികമായി നാമം ചൊല്ലുകയാണെങ്കിൽ അത് സാമീപ്യ കാരണമാകുന്നില്ല. എങ്കിലും ആ നാമം ചൊല്ലലും ശ്രേഷ്ഠം തന്നെ, ചിത്തശുദ്ധിക്ക് കാരണമാകുന്നു, ഭക്തിരസം വളർത്തുന്നതിന് കാരണമാകുന്നു. എന്നാൽ പരാഭക്തൻ ചൊല്ലുമ്പോഴാകട്ടെ അത് സാമീപ്യമാണ്. അങ്ങനെ പൂജനത്തിൽ സാരൂപ്യവും
കീർത്തനത്തിൽ സാമീപ്യവും വന്നു ചേരുന്നു. പിന്നെയോ സാലോക്യഞ്ച ചരാചരാത്മകതനുധ്യാനേ ചരാചരാത്മകതനുധ്യാനേ സാലോക്യം, സാലോക്യമുക്തി കൈവരുന്നു. സമാനാലോകതയാണ് സാലോക്യം എന്ന മുക്തി. ചരാചരാത്മകതനുധ്യാനേ, സമ്പൂർണ്ണ ചരാചരാത്മകമായ ശരീരവും ഭഗവാൻ തന്നെയാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി, ശിവമയമാണ് ഈ പ്രപഞ്ചമെന്ന കാഴ്ചപ്പാടോടുകൂടി എല്ലാത്തിനെയും നോക്കി കാണുന്നതാണ്. അതൊന്ന് വേറെ ഇതൊന്ന് വേറെ എന്ന ഭേദബുദ്ധി അവിടെയില്ല. ഉയർന്നതും താഴ്ന്നതുമില്ല. അപ്പോൾ ചരാചരാത്മക തനുവാണ് ഭഗവാൻ. അവിടെ പ്രത്യേകം കൽപ്പിക്കപ്പെട്ട തനുവല്ല, സമ്പൂർണ്ണ ചരാചരങ്ങളും അവിടുത്തെ തനുവാണ്. ഈ ഒരു ധ്യാനത്തിൽ സാലോക്യം വരുന്നു. ഹേ ഭവാനീപദേ, സായുജ്യം മമ സിദ്ധമത്ര ഭവതി സ്വാമിൻ കൃതാർത്ഥോസ്മ്യഹം. ഇപ്രകാരം എനിക്ക് സായുജ്യം, സാരൂപ്യവും സാമീപ്യവും സാലോക്യവും, ഇതിൻ്റെ എല്ലാം ഫലമായി സായുജ്യമെന്ന പരമമുക്തിയും എനിക്ക് സിദ്ധമാണ്. എപ്പോൾ ഭഗവത് വിചാരം ചെയ്യുന്നുവോ, എപ്പോൾ ഭഗവത് കീർത്തനം ചെയ്യുന്നുവോ, എപ്പോൾ ഭഗവത് ഭക്തന്മാരുമായി കൂടിച്ചേരുന്നോ, എപ്പോൾ ചരാചരാത്മക പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ തനുവാണെന്ന് ഭാവന ചെയ്യുന്നുവോ, അപ്പോഴെല്ലാം എനിക്ക് സായുജ്യം തന്നെയാണ്, മോക്ഷം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കൃതാർത്ഥനാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ശ്ലോകം ഒന്നുകൂടി നമുക്ക് വിചാരത്തിന് വിധേയമാക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ദേവകീസുതനാം മുകുന്ദ, ഏഴകൾക്കെന്നും തുണയേകണേ. ദേവകീസുതനാം മുകുന്ദ, ഏഴകൾക്കെന്നും തുണയേകണേ. പാപങ്ങളെല്ലാം പോക്കണേ, തൃക്കൺ പാർക്കണേ ഭഗവാനേ. പാപങ്ങളെല്ലാം പോക്കണേ, തൃക്കൺ പാർക്കണേ ഭഗവാനേ. യാദവ ശ്രേഷ്ഠ